യെഹെസ്കേൽ പ്രവാചകൻ ഉണ്ടായിരുന്ന ഒരു ദർശനത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നെബൂഖദ്നേസർ ചക്രവർത്തി യെരുശലേമിനെ ആക്രമിച്ച് കീഴടക്കി ഒരു വലിയ കൂട്ടം യഹൂദന്മാരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു യഹൂദ പുരോഹിതനായിരുന്നു യെഹെസ്കേൽ. ബാബിലോണിൽ 25 വർഷം താമസിച്ചതിന് ശേഷമാണ് ദർശനം കണ്ടത്. താൻ യെരുശലേം ദൈവാലയത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് പ്രവാചകൻ കണ്ടു. ഒരു ചെറിയ നദി ദൈവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെട്ട യാഗപീഠത്തിന്റെ മുമ്പിൽ കൂടി പുറത്തേക്ക് ഒഴുകി. നദിയുടെ ആഴവും വീതിയും ക്രമേണ വർദ്ധിച്ച് ഏതാണ്ട് 1.5 മൈൽ ദൂരം ചെന്നപ്പോൾ അത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു വലിയ നദിയായി തീരുകയും അതിൻ്റെ ഇരു കരകളിലും നല്ല ഫലവൃക്ഷങ്ങൾ തഴച്ചു വളരുകയും ചെയ്യുന്നതായി കാണപ്പെട്ടു. അത് യെരുശലേമിനും ചാവുകടലിനും മധ്യയുള്ള മണലാരണ്യ പ്രദേശങ്ങളെ തരണം ചെയ്ത് വാസയോഗ്യമാക്കി തീർക്കുകയും ചെയ്തു. ഈ നദി ചെന്ന് ചേർന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കുന്നു. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് വൃക്ഷങ്ങൾ മാസം തോറും പുതിയ ഫലം കായ്ക്കുന്നു. ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ഉയർന്ന പാറയിൽ നിന്ന്, പ്രത്യേകിച്ച് യാഗപീഠത്തിന് കീഴേ നിന്നും പുറപ്പെട്ട് മണലാരുണ്യ പ്രദേശങ്ങളെ ഫലപുഷ്ടമാക്കി തീർക്കുകയും ചാവുകടലിലെ വെള്ളത്തെ ശുദ്ധജലമാക്കി തീർക്കുകയും ചെയ്ത ആ ജീവ നദി ദൈവത്തിന്റെ കൃപയെയും പരിശുദ്ധാത്മാവിനെയും പ്രതിദാനം ചെയ്യുന്നു. വെള്ളമില്ലാത്ത മരുഭൂമി പോലെ വരണ്ട മനുഷ്യ ജീവിതത്തെ ദാഹിക്കുന്ന മനുഷ്യാത്മാവിനെയും ദൈവകൃപയാകുന്ന ജീവജലം തണുപ്പിച്ച് തൃപ്തിപ്പെടുത്തുകയും ഫലപ്രദമാക്കുകയും ചെയ്യുന്നു. ദൈവകൃപയുടെ പ്രവർത്തനമില്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. വ്യക്തി ജീവിതമായാലും കുടുംബജീവിതമായാലും സഭാജീവിതമായാലും ദൈവത്തിന്റെ സജീവ സഹിത്വവും ദൈവകൃപയിലുള്ള ആശ്രയവും കൂടാതെ ജീവിതം ഫലപ്രദമാകുകയില്ല. ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി പോലെ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മിലേക്ക് ഒഴുകി വരണം. ഈ ശക്തി പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരിലേക്ക് ഒഴുകി വന്നു. യേശുവിന്റെ മരണശേഷം ഭയപ്പെട്ട ചിതറിപ്പാർത്ത ശിഷ്യന്മാർ യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. കാരണം യേശു ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത് വചനം. ഈ ആത്മാവ് ഒഴുകി വന്നപ്പോൾ ശിഷ്യന്മാരുടെ ഭയം നീങ്ങി. അവർ രാജാക്കന്മാരുടെ മുൻപിൽ സധൈര്യം കടന്നു ചെന്ന് യേശുവിനെ സാക്ഷിച്ചു. ആരും ജീവനെ വിലയുള്ളതായി കണ്ടില്ല. ദൈവകൃപയും ആത്മാവും അവരിൽ വ്യാപരിച്ചു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. ഈ നദി പുറപ്പെട്ടത് വിശുദ്ധ മന്ദിരത്തിൽ നിന്നാണ്, യാഗപീഠത്തിൽ നിന്നാണ്, യേശുവിന്റെ കാൽവരി യാഗപീഠത്തിൽ നിന്നാണ് കൃപയും പരിശുദ്ധാത്മാ ശക്തിയും നമ്മിലേക്ക് ഒഴുകുന്നത്. ഒരു ചെറിയ അരുവിയായി ഉദ്ഭവിച്ച ജലപ്രവാഹം വീതിയും ആഴവും ഉള്ള ഒരു വലിയ നദിയായി രൂപാന്തരപ്പെട്ടു. ഒരു ചെറിയ അരുവിയായി ഉദ്ഭവിച്ച ജലപ്രവാഹം വീതിയും ആഴവുമുള്ള ഒരു വലിയ നദിയായി രൂപാന്തരപ്പെട്ടു. ഈ നദി പുറപ്പെട്ടത് വിശുദ്ധ മന്ദിരത്തിൽ നിന്നാണ്, യാഗപീഠത്തിൽ നിന്നാണ്, യേശുവിന്റെ കാൽവരി യാഗപീഠത്തിൽ നിന്നാണ് കൃപയും പരിശുദ്ധാത്മശക്തിയും നമ്മിലേക്ക് ഒഴുകുന്നത്. ഒരു ചെറിയ അരുവിയായി ഉദ്ഭവിച്ച ജലപ്രവാഹം വീതിയും ആഴവും ഉള്ള ഒരു വലിയ നദിയായി രൂപാന്തരപ്പെട്ടു. ദർശനത്തിലെ നദി ഈ നിലയിൽ എത്താൻ 1.5 മൈൽ ദൂരം മാത്രമേ വേണ്ടി വന്നുള്ളൂ. നമ്മുടെ ജീവിതം എത്ര മൈൽ ദൂരം കടന്നു കഴിഞ്ഞു? എന്നിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പറയത്തക്ക വളർച്ചയുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ നദിയുടെ ഒഴുക്ക് നാം അനുഭവിക്കുന്നുണ്ടോ? ജീവജലമാകുന്ന നദിയുടെ ഒഴുക്ക് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മിൽ ഉരുവാകണം. ഈ ജീവജലത്തെക്കുറിച്ച് യേശു ശമര്യ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത് വചനം. സാക്ഷാൽ മിശിഹായെ ശമര്യ സ്ത്രീ യേശുവിൽ കൂടി കണ്ടെത്തുന്നു. ഇന്നും ഈ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് കരുണയുടെ കാലഘട്ടം. ഇതാണ് സുപ്രസാദ കാലം. ഇതാണ് രക്ഷാസമയം. ഈ ജീവജലം ദൈവം സകലർക്കും സമൃദ്ധിയായി നൽകുന്നു. ഈ ജലം മുട്ടോളമോ അരയോളമോ അല്ല നമുക്ക് നൽകുന്നത്.
നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിയായിട്ടാണ്. നമ്മുടെ മരുഭൂമി പോലെയുള്ള ജീവിതാനുഭവങ്ങളിൽ യാഗപീഠത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജലം കുളിർമ പകരട്ടെ. ദൈവികമായ കൃപയാലും പരിശുദ്ധാത്മാവിനാലും ശക്തി പ്രാപിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇപ്രകാരം പാട്ടുപാടുവാനിടയായി തീർന്നു. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽക. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരാത്മ നീരുറവ് തുറക്കണമേ നാഥ എന്ന് ആമേൻ പാടിയതുപോലെ നമുക്ക് പാടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com